1958 ക്ഷയരോഗം വന്ന ഒരു മനുഷ്യൻ, പേര് ഡേവിഡ് യോങ്കിച്ചോ. 58 ബൈബിൾ കോളേജ് പഠിച്ചേച്ച് വെളിയിലോട്ട് ഇറങ്ങി ഒരു സഭ തുടങ്ങണം. ആ സഭ തുടങ്ങാൻ വേണ്ടി നോക്കി, ഒരൊറ്റ മനുഷ്യരുമില്ല. പോവർട്ടി സ്ട്രിക്കണായ ഒരു രാജ്യത്ത് അമേരിക്കക്കാർ ഉപയോഗിച്ച ഒരു മിലിറ്ററി ടെൻറ്റ്, ഒരു യൂസ്ഡ് മിലിറ്ററി ടെൻറ്റ് എടുത്തോണ്ട് വന്ന് സ്ഥാപിച്ച് വെച്ച് ചർച്ചാണെന്നും പറഞ്ഞ് മുന്നിലൊരു ക്രോസും വെച്ചു. ആദ്യത്തെ ദിവസം വിസിറ്റ് ചെയ്യാൻ പോയ വീട്ടിൽ അപ്പൻ മഹാമദ്യപാനി, 9 മക്കളാണ് വീട്ടിലുണ്ട്, 9 മക്കൾ, ഒരമ്മയും. ആദ്യത്തെ ഹൗസ് വിസിറ്റിങ്ങിന് അവിടെ കാലെടുത്ത് വെച്ചു. കാലെടുത്ത് വെച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, യേശു രക്ഷ തരും. അവർ ചിരിച്ചു. നിനക്ക് സ്വർഗത്തിൽ പോകാം. അവർ ചിരിച്ചു. അല്ലെങ്കിൽ നരകത്തിൽ പോകും. ഈ സ്ത്രീ യോങ്കിച്ചോട് ചോദിച്ചു, ഇതിനേക്കാൾ വലിയൊരു നരകമുണ്ടോ? ഈ 9 എണ്ണം ഈ ഒരു ചെറിയ ടെൻറ്റിനകത്ത് കിടക്കുക. ഞങ്ങൾക്ക് ഈ 9 പേർക്കും കൂടെ പുതയ്ക്കാൻ ഒരൊറ്റ ബ്ലാങ്കറ്റേ ഉള്ളൂ. ഞങ്ങൾക്ക് കഴിക്കാൻ വകയില്ല. ഇതിലും വലിയ നരകമുണ്ടോ? ആ മനുഷ്യൻ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് പോയി. അദ്ദേഹം ദൈവസന്നിധി തീരുമാനിച്ചു, ഞാനിതൊരു ചലഞ്ചായിട്ട് എടുക്കുകയാ. രാവിലെ എഴുന്നേറ്റ് 4 മണിക്കൂർ പ്രാർത്ഥിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ 5 മണിക്കൂർ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഒടുവിൽ ദൈവം ഒരു നിയോഗം കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. വീണ്ടും ആ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ ചെന്നിട്ട് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, യേശുവിന് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയും. അപ്പൻ്റെ മദ്യപാനം തീർന്നു. കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചു. അവർക്ക് ഭാവി ഉണ്ടായി. സഭയിലെ ആദ്യത്തെ വിശ്വാസികളാ. ഇന്ന് 8 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു സഭയെ പറ്റി പറയുകയാ. ഞാൻ പറയുക, പ്രിയരെ, ഇന്ന് രാവിലെ കടുക് മണിയോളം നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അധികാരത്തോടെ വിളിച്ചു പറയണ, എൻ്റെ ദൈവത്തിന് കഴിയും. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ ദൈവത്തിന് കഴിയോ എൻ്റെ തലമുറയെ തൊടാൻ, എൻ്റെ ശരീരത്തെ തൊടാൻ, എൻ്റെ ഭാവിക്ക് വ്യത്യാസം വരുത്താൻ, എൻ്റെ സമ്പത്തിനെ തൊടാൻ, എൻ്റെ അവസ്ഥകൾക്ക് രൂപാന്തരം വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയോ?